പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. കായംകുളം നഗരസഭാ ഭരണത്തിനെതിരെ UDF-ഉം BJP-യും കള്ളപ്രചാരണം നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രകടനവും യോഗവും. CPM ചേരാവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭയ്ക്കെതിരെ UDF-ഉം BJP-യും ജനാധിപത്യ വിരുദ്ധ സമരം നടത്തുകയാണെന്നും വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും ആരോപിച്ചാണ് CPM-ന്റെ നേതൃത്വത്തിൽ ചേരാവള്ളിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. മുരിക്കുമൂടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം CPM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. ചർച്ച ചെയ്ത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റിയുടെ പേരിൽ പ്രസ്താവന കൊടുത്ത് പരസ്യമായി പറഞ്ഞു. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു തരത്തിലുള്ള അഴിമതിയും ഈ സംഭവത്തിൽ നടന്നിട്ടില്ല. ഒരു സാമ്പത്തിക നഷ്ടവും കായംകുളം നഗരസഭയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താണ് ഞങ്ങൾ ആ നിഗമനത്തിൽ എത്തിച്ചേർന്നത്? ഇതിന് സമാനമായ രൂപത്തിൽ ഈ മിഷണറി, ഈ മൊബൈൽ വാഹനം വാങ്ങിയിട്ടുള്ള തൊട്ടടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് കൊല്ലമുണ്ട്, കൊല്ലം നഗരസഭയുണ്ട്, ആലപ്പുഴ നഗരസഭയുണ്ട്, നമ്മുടെ അടൂരുണ്ട്, അവിടെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയിൽ 2-3 സ്ഥാപനങ്ങളുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾ ബന്ധപ്പെടുത്തി അവിടെ ഇത് വാങ്ങിച്ചതിൻ്റെ വിശദാംശങ്ങൾ, അവരുടെ പർച്ചേസ് ഓർഡറും അവരിതിൻ്റെ അംഗീകരിച്ച റേറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് മേടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ മേടിച്ചു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇവിടെ ഈ വാഹനം, ഈ മെഷീനറി വാങ്ങിയതും അവിടെ വാങ്ങിയതും തമ്മിൽ തുകയിൽ ഒരു വ്യത്യാസവുമില്ല. പിന്നെ എങ്ങനെ അഴിമതി നടക്കുന്നത്? ഇവിടെ വാങ്ങിയ മെഷീനറിയുടെ വില തന്നെ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാങ്ങിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് അഴിമതി നടക്കുന്നത്? ഒരു നയാ പൈസയുടെയും അഴിമതിയില്ല. P. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, പണ്ട് 10-20 കൊല്ലക്കാലം മുമ്പ് NSDP എന്ന് പറയുന്ന, അതായത് നാഷണൽ സ്ലം ഡെവലപ്മെന്റ്, ചേരികളുടെ പുനരുദ്ധാരണം എന്ന പേരിൽ ഒരു 24,000 രൂപ പട്ടണത്തിലെ ഏതാണ്ട് 600ഓളം പേർക്ക് വായ്പ കൊടുത്തു. നമ്മുടെ 44 വാർഡുകളിലുമായി വായ്പ കൊടുത്തു. എന്നാൽ ആ വായ്പ അന്നത്തെ സാഹചര്യത്തിൽ പല ഗുണഭോക്താക്കൾക്കും തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. അവർ വായ്പയെടുത്ത് വീടുകൾ, ഈ ചെറിയ തുക കൊണ്ട് വീടുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ ആകെ പ്രതിസന്ധിയിലായി. വായ്പ തിരിച്ചടയ്ക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ പല ആളുകളും മക്കളുടെ വിവാഹവും അതുപോലെ തന്നെ വീട്ടുകാരുടെ ചികിത്സയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പലരും കടമെടുത്തു. CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ, ഷെയ്പി ഹാരിസ്, B. അബിൻ ഷാ, N. ശിവദാസൻ, നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, G. ശ്രീനിവാസൻ, CA അഖിൽകുമാർ, S. കേശുനാഥ് എന്നിവർ പങ്കെടുത്തു. ഒന്നാംകുറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് G. അനിൽ, സൈഫുദ്ദീൻ, A. പ്രസന്ന, ഹഷ്കർ നമ്പലശ്ശേരി, റിയാസ്, സുരേഷ് ബാബു, റെജി, സരസ്വതി, കൊച്ചുമോൻ, ഷൈജു, വിജയൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.